സുഭാഷിതം 22:6. ശൈശവത്തിൽ തന്നെ നടക്കേണ്ട വഴി പരിശീലിപ്പിക്കുക, വാർദ്ധക്യത്തിലും അതിൽ നിന്നും വ്യതിചലിക്കുകയില്ല. അതെ, ശൈശവത്തിൽ തന്നെ നടക്കേണ്ട വഴി പഠിപ്പിക്കാം. സുഭാഷിതങ്ങൾ നമ്മോട് പറയുന്നു, കുഞ്ഞിന്റെ ഹൃദയം മൃദുവായ മണ്ണ് പോലെയാണ്. അവിടെ നാം വിതയ്ക്കുന്ന മൂല്യങ്ങൾ പ്രാർത്ഥന, സ്നേഹം, സത്യസന്ധത, ഇവയെല്ലാം നല്ല ശീലങ്ങൾ. അവയാണ് ജീവിതം മുഴുവനും വളരുന്നത്. കുട്ടികൾ നമ്മൾ പറയുന്നതിലല്ല, നമ്മൾ ജീവിക്കുന്നത് കണ്ടാണ് പഠിക്കുന്നത്. അതുകൊണ്ട് നമുക്കും ജീവിച്ച് കാണിക്കാം. നാം നല്ല വഴിയിൽ നടക്കുമ്പോൾ അവരും ആ വഴി പിന്തുടരുന്നു. അതുകൊണ്ട് ശരിയായ വഴിയിൽ കുഞ്ഞിനെ നയിച്ചാൽ വാർദ്ധക്യത്തിലും ആ വഴി അവൻ മറക്കില്ല. കാരണം അടിത്തറ കാലത്തെ അതിജീവിക്കും. ഈ വചനം കുട്ടികളോടല്ല, മാതാപിതാക്കളോടാണ് സംസാരിക്കുന്നത്. ശൈശവത്തിൽ തന്നെ നടക്കേണ്ട വഴി പഠിപ്പിക്കുക എന്ന് ദൈവം പറയുമ്പോൾ കുഞ്ഞിന്റെ ഭാവി നമ്മുടെ ഇന്നിലൂടെയാണ് രൂപപ്പെടുന്നത് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. കുട്ടികൾ നമ്മളെ നോക്കിയാണ് ദൈവത്തെ പഠിക്കുന്നത്. നമ്മുടെ പ്രാർത്ഥനയിലൂടെ, നമ്മുടെ ക്ഷമയിലൂടെ, നമ്മുടെ സ്നേഹത്തിലൂടെയാണ് അവരുടെ വിശ്വാസം വളരുന്നത്. വാക്കുകൾ കൊണ്ട് പറഞ്ഞാൽ മാത്രം പോരാ, മുന്നേ നടന്ന് കാണിച്ചു കൊടുക്കണം. എങ്കിലേ ജീവിത പാഠമാകും. ഇന്ന് നാം കാണിക്കുന്ന വഴി നാളെയുടെ ശീലമാകും. അതുകൊണ്ട് സ്നേഹത്തോടെ, പ്രാർത്ഥനയോടെ കുട്ടികളെ നമുക്ക് നയിക്കാം. ശരിയായ വഴിയിൽ വളർന്ന കുട്ടി കാലം ചെന്നാലും ആ വഴിയിൽ നിന്നും വഴുതുകയില്ല. ഇനി കുട്ടികളോടാണ്, മക്കളെ, നിങ്ങളുടെ ജീവിതം ഒരു മനോഹരമായ യാത്രയാണ്. ഇന്ന് നിങ്ങൾ പഠിക്കുന്ന നല്ല ശീലങ്ങൾ, നിങ്ങൾ പറയുന്ന നല്ല വാക്കുകൾ, നിങ്ങൾ ചെയ്യുന്ന ചെറിയ ചെറിയ നല്ല നല്ല കാര്യങ്ങൾ നാളെയുടെ വലിയ ശക്തിയാകും. മാതാപിതാക്കൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന വഴി സ്നേഹത്തിന്റെ വഴിയാണ്. അത് പിടിച്ചു നടക്കുക. പ്രാർത്ഥിക്കുമ്പോൾ, സത്യം പറയുമ്പോൾ, മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോൾ നിങ്ങൾ ശരിയായ വഴിയിലാണ് നടക്കുന്നത്. ഇന്ന് നിങ്ങൾ പഠിക്കുന്ന നല്ല വഴി നാളെ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് നടക്കാനുള്ള ധൈര്യം തരും. അതിനാൽ മക്കളെ, നല്ല വഴി തിരഞ്ഞെടുക്കുക. ദൈവം നിങ്ങളോടൊപ്പം നടക്കും.